नमस्ते। आज हम मैथिली शरण गुप्त जी के मानिनी यशोधरा नामक कृति पढ़ेंगे। मैथिली शरण गुप्त जी को भारत के राष्ट्रकवि होने का गौरव प्राप्त हुआ है। ഭാരതത്തിൻ്റെ ദേശീയ കവി എന്ന ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് मैथिली शरण गुप्त जी काണ്। उनकी कृतियाँ में രാഷ്ട്രീയ ഭാവനാओं की अभिव्यक्ति बड़े अच्छे ढंग से हुई है। അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും രാഷ്ട്രീയ ഭാവന അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തോടുള്ള സ്നേഹം വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്। വേ സച്ചി അർത്ഥോं में युग कवि के नाम से पुकारे जा सकते हैं। അദ്ദേഹം ആ ഒരു യുഗത്തിൻ്റെ കവി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു। गुप्त जी ने एक राम भक्त कवि होने के साथ ही अपनी रचनाओं के द्वारा देश के प्रति गर्व और गौरव की भावनाएं जनता के हृदय में प्रतिष्ठित कराने का सराहनीय प्रयत्न किया। मैथिली शरण गुप्त जी ഒരു രാമഭക്ത കവി കൂടെയാണ്। അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം തൻ്റെ രചനകളിലൂടെ ഭാരതത്തിൻ്റെ ആ ഒരു അഭിമാനവും ഗൗരവവും എല്ലാം കലർന്ന അങ്ങനെയുള്ള രചനകളാണ് ചെയ്തിരുന്നത്। അതിലൂടെ ഭാരതത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ രാജ്യസ്നേഹം കൂട്ടുവാനുള്ള ആ ഒരു പ്രയത്നം കൂടെ അദ്ദേഹം ചെയ്തിരുന്നു। उन्होंने भारतीय जीवन को समग्रता में समझने और प्रस्तुत करने में प्रयास किया। അദ്ദേഹം ഭാരതീയ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് തന്നെ രചനകൾ ചെയ്യുവാനും പ്രയത്നിച്ചു। अपनी कविताओं से गुप्त जी को असीम लोकप्रियता मिली। തൻ്റെ കവിതകളിലൂടെ मैथिली शरण गुप्त ജിക്ക് വളരെയധികം ജനപ്രിയനാവാൻ സാധിച്ചു। गुप्त जी की प्रतिभा का पूर्ण विकास साकेत और यशोधरा में हुआ है। गुप्त जी का ആ ഒരു കഴിവിൻ്റെ ഗുപ്തജിയുടെ ആ ഒരു കഴിവിൻ്റെ പൂർണ്ണമായ വികാസം അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഡെവലപ്മെൻറ്റ് എവിടെയാണ്? സാകേത് और യശോധര ഈ രണ്ട് കൃതികളിലൂടെയും സംഭവിച്ചു। यशोधरा काव्य में बुद्ध की पत्नी यशोधरा की विरह वर्णन मार्मिक रूप से किया है। യശോധര എന്ന ആ ഒരു കാവ്യത്തിലൂടെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ശ്രീബുദ്ധൻ്റെ പത്നിയായ യശോധരയുടെ വിരഹത്തിൻ്റെ വർണ്ണനാണ് ചെയ്തിരിക്കുന്നത്। सिद्धार्थ अपनी पत्नी यशोधरा और पुत्र राहुल को छोड़कर महान तपस्या के लिए चले गए। സിദ്ധാർത്ഥ് അതായത് നമ്മുടെ ശ്രീബുദ്ധൻ എന്തു ചെയ്തു? തൻ്റെ പത്നിയായ യശോധരയെയും പുത്രനായ രാഹുലിനെയും ഉപേക്ഷിച്ച് തപസ്സിനു വേണ്ടി കടന്നു। यशोधरा का कहना है कि वे सिद्धि अर्जित करने के लिए गए हैं। യശോധര പറയുന്നത് എന്തെന്നാൽ അദ്ദേഹം സിദ്ധി ആർജിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്। ये तो परम गौरव की बात है। അത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്। पर उन्हें वेदना और आघात इस बात पर है कि वे चोरी चोरी चले गए। പക്ഷേ യശോധരയുടെ വേദനയും വിഷമവും ഈ കാര്യത്തിലാണ്। എന്തെന്നാൽ ഈ സിദ്ധാർത്ഥ് എന്തു ചെയ്തു? പറയാതെ ഒരു കള്ളനെ പോലെയാണ് കടന്നു കളഞ്ഞത്। इसलिए यशोधरा अपनी सखी से पूछती है कि सखी वे मुझसे कहकर क्यों न चले गए? क्या वे मुझसे मार्ग की बाधा समझते हो? അതുകൊണ്ട് തന്നെ യശോധര തൻ്റെ സഖിയോട് ചോദിക്കുകയാണ്, സഖി, അദ്ദേഹം എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത്? ഞാൻ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൊരു തടസ്സമാകുമെന്ന് കരുതി കാണുമോ? यह बात ठीक है कि पति ने मेरा बहुत कुछ आदर किया, अंगीकार किया, पर क्या उन्होंने मुझे पूरी तरह पहचान पाया है? ഈ കാര്യം വളരെയധികം സത്യമാണ്। എന്തെന്നാൽ ഭർത്താവ് എന്നെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം എന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല। पर मैंने तो उनके मन की अभिलाषाओं को ही जान लिया। പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെയൊക്കെ അറിഞ്ഞു। समझ लिया और स्वीकार कर लिया। അറിഞ്ഞു, മനസ്സിലാക്കി, സ്വീകരിക്കുകയും ചെയ്തു। इसलिए यशोधरा कहती है कि यह दुख की बात है कि वे मुझसे न कहकर चले गए। അതുകൊണ്ട് തന്നെ യശോധര പറയുകയാണ്,
അവൾക്ക് എന്ത് കാര്യത്തിലാണ് ദുഃഖം? അദ്ദേഹം യശോദരയോട് പറയാതെ കടന്നു കളഞ്ഞതിലാണ് യശോദരയ്ക്ക് ദുഃഖം അനുഭവപ്പെടുന്നത്. हम लोग क्षत्रिय हैं और क्षत्रिय धर्म के नाते हम प्रियतम को क्षण में ही सुसज्जित करके उनके प्राणों की बाजी खोलने के लिए രണഭൂമി में भेज देती है. യശോദര പറയുന്നത് ഞങ്ങൾ ക്ഷത്രിയരാണ്. അപ്പോൾ ക്ഷത്രിയധർമ്മം എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ പ്രിയതമന്മാരെ ഒരു നിമിഷത്തിൽ തന്നെ യുദ്ധത്തിനു വേണ്ടി തൻ്റെ ജീവൻ ത്യജിക്കുവാൻ വേണ്ടി സുസജ്ജരാക്കി അല്ലെങ്കിൽ തയ്യാറാക്കി പറഞ്ഞു വിടുന്ന അത്തരം ഒരു ധർമ്മമാണ് ഞങ്ങളുടേത്. പർ മുझे ജൈസെ അഭാഗ്യ के लिए ये भाग्य भी नहीं मिला. പക്ഷെ എന്നെ പോലൊരു നിർഭാഗ്യവതിക്ക് ആ ഒരു ഭാഗ്യം പോലും ലഭിച്ചിട്ടില്ല. इसलिए मैं किस बात पर मन में गर्व करूँगी. അതുകൊണ്ട് തന്നെ ഞാൻ എന്തു കാര്യത്തിലാണ് മനസ്സിൽ അഭിമാനിക്കേണ്ടത്? जिन्होंने मुझे अपनाया था उन्होंने ही मुझे त्याग भी दिया. ആരാണോ എന്നെ സ്വന്തമാക്കിയത് അദ്ദേഹം തന്നെ എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. फिर भी अब केवल उन्हीं का स्मरण आता रहता है. എന്നിട്ടും ഇപ്പോൾ അദ്ദേഹത്തെ മാത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഹേ സഖി, യദി വേ മുझसे कहकर चले गए तो कितना अच्छा होता. അല്ലയോ കൂട്ടുകാരി, അല്ലയോ സഖി, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അത് എത്ര നല്ലതായിരുന്നു, എത്ര നല്ലതായിരിക്കും. ഇസ്ലിയെ കബി കബി മേരെ നയൻ ഉന്നെ നിഷ്ഠുർ ബതാത്തെ ഹെ. അതുകൊണ്ട് തന്നെ എന്നോട് പറയാതെ പോയത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ അദ്ദേഹത്തെ ക്രൂരൻ എന്ന് വിളിക്കുന്നു. पर इन्हीं आँखों से जो आंसू बहते हैं वे आंसू मेरा दयापूर्ण हृदय कैसे सह लेता. मैं अपने ही ऊपर तरस खाती हूँ. പക്ഷേ ഈ കണ്ണുകളിൽ കൂടെ വരുന്ന ആ കണ്ണുനീര് അത് എൻ്റെ ദയാപൂർണമായ ഹൃദയത്തെ എങ്ങനെ സഹിക്കും എന്നാണ്, എൻ്റെ ദയാപൂർണമായ ആ ഹൃദയം ഈ കണ്ണുനീര് എങ്ങനെ സഹിക്കും എന്നാണ് യശോദര തൻ്റെ സഖിയോട് ചോദിക്കുന്നത്. मेरे स्वामी महान तपस्या के लिए चले गए तो मैं चाहती हूँ कि वे सुख से सिद्धि पाए. എൻ്റെ സ്വാമി, എൻ്റെ ഭർത്താവ് വളരെ വലിയൊരു തപസ്സിന് വേണ്ടിയാണ് പോയതെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ സിദ്ധി ലഭിക്കട്ടെ അദ്ദേഹത്തിന്. मैं यह आशा करती हूँ कि वे मेरे सुख से कभी दुखी न हो. मैं उनकी कोई शिकायत कभी नहीं कर सकती. എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എൻ്റെ ദുഃഖത്തിൽ ഒരിക്കലും ദുഃഖിതനാവരുത്. ഞാൻ അദ്ദേഹത്തിനോട് ഒരു തരത്തിലുള്ള പരാതിയും പറയുകയില്ല. क्योंकि वे सांसारिक मंगल के लिए चले गए हैं, इसलिए आज मुझे वे और अधिक अच्छे लगते हैं. എന്തുകൊണ്ടെന്നാൽ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ദുഃഖങ്ങൾ അറിയിക്കുകയില്ല, ഞാൻ ഒരു തരത്തിലുള്ള പരാതിയും അദ്ദേഹത്തോട് പറയുകയില്ല. കാരണം എന്താണ്? അദ്ദേഹം ലോകത്തിനുള്ള നന്മ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അദ്ദേഹത്തെ വളരെയധികം നല്ലവനായിട്ട് തന്നെയാണ് കാണുന്നത്. മേരെ സ്വാമി ചലേ ഗയേ തോ നിശ്ചയ് ഹി ഏക് ദിൻ വേ ലൗട്ട്കർ ഹി ആവേങ്കെ. എൻ്റെ യജമാനൻ അല്ലെങ്കിൽ എൻ്റെ സ്വാമി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു ദിവസം തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പനെ സാത്ത് കുച്ച് അപൂർവ ഔർ അനുപം സിദ്ധി ഭീ ലാവേങ്കെ. തൻ്റെ കൂടെ കുറച്ച് അപൂർവമായ അല്ലെങ്കിൽ എവിടെയും കിട്ടാനില്ലാത്ത കുറച്ച് അനുപമം ആയ, അതായത് ഉപമിക്കാൻ കഴിയാത്ത കുറച്ച് സിദ്ധികളോടുകൂടെ അദ്ദേഹം തിരിച്ചു വരികയുള്ളൂ. पर हे सखी, मैं किस प्रकार उसका स्वागत कर लूँ. क्या मेरे रोते रोते उनके सामने खड़े हो या मैं गाते गाते उनका स्वागत कर लूँ. പക്ഷേ സഖി, ഞാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്? ഞാൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കണോ, അതോ ഞാൻ പാട്ടുകൾ പാടിക്കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണോ? ഹേ സഖി, യദി വേ മുझसे कहकर चले जाते तो मैं इन दुखों से शायद मुक्त हो जाती. അല്ലയോ കൂട്ടുകാരി, ഒരു പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് പോയിരുന്നതെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള ഈ ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും തീർച്ചയായും മുക്തി നേടിയേനെ. ഇപ്രകാരം യശോദര തൻ്റെ വിരഹത്തെ ആരോടാണ് പറയുന്നത്? തൻ്റെ സഖിയോട് പറയുന്നു. भारतीय आदर्श नारियों के प्रति गुप्त जी के मन में जो गहरी आस्था है, वही आस्था उनकी इन पंक्तियों में स्पष्ट होती है. ഭാരതത്തിലെ ആദർശവതികളായ സ്ത്രീകളോട്
ഗുപ്തജിക്ക്, മൈഥിലി ശരൺ ഗുപ്തജിക്ക് ഉള്ള ആ ഒരു എന്താണ് ബഹുമാനം, ആ ആഴത്തിലുള്ള ആ ഒരു ബഹുമാനം, അതാണ് അദ്ദേഹത്തിൻ്റെ ഈ വരികളിൽ കാണപ്പെടുന്നത്. ഉन्होंने यशोधरा के आदर्श चरित्र के द्वारा पति परायण आदर्श भारतीय नारी का उज्ज्वल चरित्र हमारे सामने प्रस्तुत किया है. അദ്ദേഹം യശോധരയുടെ ആ ഒരു ആദർശപരമായ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ, അതിലൂടെ തൻ്റെ പതി തന്നെ വിട്ടു പോയിട്ടും അദ്ദേഹം ആ യശോധര എന്താണ് ചെയ്യുന്നത്, ശ്രീബുദ്ധനെ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ അനുകൂലിച്ച് തന്നെ സംസാരിക്കുന്നു. ആ ഒരു ആദർശപരമായ വ്യക്തിത്വത്തെയാണ് മൈഥിലി ശരൺ ഗുപ്തജി നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. यशोधरा के पति तो उनसे कहे बिना ही चले गए, फिर भी वे अपने पति की मंगल कामना ही करती हूँ. യശോധരയുടെ ഭർത്താവ് അവളോട് പറയാതെയാണ് കടന്നു കളഞ്ഞത് അല്ലെങ്കിൽ പോയി കളഞ്ഞത്. എന്നിട്ടും അവൾ എന്തു ചെയ്യുന്നു, തൻ്റെ ഭർത്താവിനുള്ള ആ ഒരു നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഉന്നെ इस बात का दुख नहीं है कि उनके पति वन को चले गए, परंतु दुख इस बात पर है कि वे उन्हें पदबाधा समझकर उनसे बिना कहे चले गए. യശോധരയുടെ ദുഃഖം എന്തിലാണ്? തൻ്റെ പതി, തൻ്റെ ഭർത്താവ് വനത്തിലോട്ട് കടന്നു കളഞ്ഞതിലല്ല യശോധരയുടെ ദുഃഖം. അവളുടെ ദുഃഖം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ വഴിയിൽ താനൊരു തടസ്സമാകുമെന്ന് കരുതി അദ്ദേഹം എന്നോട് പറയാതെയാണ് പോയത് എന്നതിലാണ് യശോധരയുടെ ദുഃഖം എന്നാണ് മൈഥിലി ശരൺ ഗുപ്തജി നമ്മോട് പറയുന്നത്.